നമ്മുടെ അക്ബർ ഇപ്പോ ലൈവിനകത്ത് ക്യാമറയുടെ മുന്നിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. രാവിലത്തെ ആ ഒരു വാക്ക്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് തെറ്റായി പോയി എന്ന് തോന്നി ഒരു മാപ്പ് പറയുന്ന പോലെ ഒരു സ്പീച്ചാണ് അക്ബർ വെച്ച് കാച്ചിക്കൊണ്ടിരുന്നത് ക്യാമറയുടെ മുന്നിൽ. അക്ബർ പറയുന്ന ഇത്രയുമാണ്: അത് പറയുന്ന സമയത്ത് ഞാൻ അറിയുന്നില്ലായിരുന്നു, ഞാൻ ഓർക്കുന്നില്ലായിരുന്നു അവര് വിധവകളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും വന്ന് അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണെന്നൊന്നും ഞാൻ ഓർത്തില്ല. അത് പറഞ്ഞതെന്ന് പറഞ്ഞ് ഒന്ന് ട്രിഗറും ചെയ്യാം, അതേപോലെ തന്നെ ഒരു വഴക്കാവുകയാണെങ്കിൽ ആളി കത്തുവാണെങ്കിൽ അതും കത്തട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, അത് അറിയാതെ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് അക്ബർ ഒരു സോറി സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പറഞ്ഞിരുന്നു ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട്. അക്ബർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലിയൊരു തെറ്റ് തന്നെയാണ്. എല്ലാവരുടെയും മുന്നിൽ നിന്ന്, പബ്ലിക് ആയിട്ടുള്ള ഒരു സദസ്സിൽ നിന്ന് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് സോറി പറയേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അക്ബർ പറഞ്ഞത്. വളരെ ഒഫൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഒരു സ്ത്രീയെ അതൊരിക്കലും വിളിക്കാൻ പാടില്ലായിരുന്നു, ഈ ഒരു സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന ഒരു കേസ്. പിന്നെ അക്ബർ പറയുന്ന ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനെ അനുമോള് പാഷാണത്തി കൃമി എന്ന് വിളിച്ച ഒരു കാര്യമൊക്കെ എടുത്തിട്ട് അക്ബർ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. എന്നെ അതൊക്കെ വിളിച്ചിട്ട് എനിക്ക് വിഷമമായില്ലല്ലോ, ഞാൻ ട്രിഗർ ആയില്ലല്ലോ, ഞാൻ ആകെ ബ്രേക്ക് ആയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബർ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ അല്ല. ഇപ്പൊ രേണുസുതിയെ പോലെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ആളുടെ അടുത്ത് അങ്ങനെ പറയുന്നത് വളരെ മോശമാണ്. ഇപ്പൊ ഒരു ആർഗ്യുമെന്റിന്റെ അടുത്തോ ഫൈറ്റിന്റെ ഇടയ്ക്കോ വല്ലോ അത് പറയുമായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. മോർണിംഗ് ആക്ടിവിറ്റിയുടെ സമയത്ത് ഒരു രീതിയിലുള്ള ട്രിഗറിങ്ങും ഇല്ലാതെ പ്രൊവോക്കിങ്ങും ഇല്ലാതെ ഒരാളെ സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ വിളിക്കുന്നത് വളരെ വലിയൊരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ രേണുസുതി വിളിച്ചത് വേട്ടപ്പട്ടി എന്നാണ്, അല്ലാതെ വേറൊന്നും അല്ലല്ലോ വിളിച്ചത്. ഒരു വോർ ഡോഗ് എന്ന് പറയുന്ന പോലെ ഒരു സാധനമേ ഉള്ളൂ. വേട്ടയ്ക്കൊക്കെ ഇറങ്ങി പോകുന്ന ഒരു പട്ടി. അതിനെന്താണ്, പട്ടി എന്താ ഇത്രയ്ക്ക് മോശം ജീവിയാണോ? അപ്പൊ അക്ബർ സോറി പറഞ്ഞെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ഒരു സോറി പറയണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്തായാലും അക്ബർ സോറി പറഞ്ഞിട്ടുണ്ട്, ഓഡിയൻസിന്റെ അടുത്ത് സോറി പറഞ്ഞിട്ടുണ്ട്, രേണുവിന്റെ അടുത്തും സോറി പറയണം എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും